ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ചെടി ഗന്ധരാജൻ അല്ലെങ്കിൽ സുഗന്ധരാജൻ, പാരിജാതമെന്നും അറിയപ്പെടും. അപ്പോൾ ഈ നിത്യഹരിതയായ അലങ്കാര ചെടിയാണ് ഈ ഗന്ധരാജൻ എന്നറിയപ്പെടുന്ന സുഗന്ധരാജൻ. ഇതിൻ്റെ ഗന്ധം അതീവ ശ്രേഷ്ഠമാണ്. അതുകൊണ്ടാണ് ഈ ചെടിക്ക് ഇങ്ങനെ ഒരു പേര് വന്നത്. നമ്മുടെ വീട് മുഴുവൻ സുഗന്ധം നിറയ്ക്കാൻ ഈ ഒരു ചെടി മാത്രം മതി. രാത്രിയിൽ ഇതിന് ഭയങ്കര സുഗന്ധമാണ്. ഇതിൻ്റെ പൂ വിടരുന്നത് രാത്രിയിലാണ്. ചൈനയിലെ നാട്ടുവൈദ്യത്തിൽ ഔഷധമായി ഉപയോഗിക്കുന്നതാണ് ഈ ചെടി. ഇംഗ്ലീഷിൽ ഇതിന് പറയുന്ന പേര് ഗാർഡേനിയ പ്ലാന്റ് എന്നാണ്. സംസ്കൃതത്തിൽ സോമനാന്തി കായം എന്നും വിളിക്കാറുണ്ട്. ഉറക്കപ്രശ്നം പരിഹരിക്കാവുന്ന ഒരു ചെടി കൂടിയാണിത്. ഈ ചെടിയുടെ പൂവിൻ്റെ മണം ശരീരത്തിനെയും തലച്ചോറിനെയും റിലാക്സ് ആക്കുന്നു. ചരിത്രപരമായി വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ സുഗന്ധരാജൻ വിശുദ്ധി, സ്നേഹം, ഭക്തി, വിശ്വാസം, പരിഷ്കരണം എന്നിവയെ പ്രതീകപ്പെടുത്തുന്ന ചെടി തന്നെയാണ് ഈ വെളുത്ത ഗന്ധരാജൻ. വിദേശ നാടുകളിൽ വിവാഹത്തിൻ്റെ പൂച്ചെണ്ടുകളിൽ ഇത് ഇപ്പോഴും കാണാറുണ്ട്. ഗന്ധരാജന് ചുറ്റും പാമ്പുകൾ വരാറുണ്ട്. ഈ പാമ്പുകൾ ഗന്ധർവന്മാരാണെന്നാണ് വിശ്വാസം. ഉത്കണ്ഠ, ശോഭം, വിഷാദം, പനി, കരൾ തകരാർ തുടങ്ങിയ രോഗങ്ങൾക്ക് ശാന്തി നൽകുന്ന ഒരു മരുന്നാണ് ഗന്ധരാജൻ. രാത്രിയിൽ ഇതിന് നല്ല സുഗന്ധമാണ്. രാത്രിയിലാണ് ഇത് വിടരുന്നത്. ഇത് ഇൻഡോർ ഔട്ട്ഡോർ ആയിട്ട് വളർത്തണം. എന്നാലും ഇൻഡോർ ആയിട്ട് വളർത്തുന്നതാണ് നല്ലത്. തട്ടുതട്ടായിട്ടാണ് ഇതിൻ്റെ പൂവ്. സൺലൈറ്റ് ഇതിന് കുറച്ചെങ്കിലും അത്യാവശ്യമാണ്. ബെഡ്റൂമിൽ 2-3 പൂവ് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് കേട്ട് നമുക്ക് പെട്ടെന്ന് ഉറക്കം വരികയും ചെയ്യും. നമ്മുടെ ഈ ചെടിക്ക് വേറൊരു പേര് കൂടി ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാരിജാതം. അപ്പോൾ നമ്മുടെ ഈ ഗന്ധരാജൻ അല്ലെങ്കിൽ സുഗന്ധരാജൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്കും കമൻറ്റും ഷെയറും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ ചെടിയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ, സീ യു, ടാറ്റാ.